ഏയ് ഗായ്സ്, എൻ്റെ ഒരു ഫോളോവറിനെ കോൾ ചെയ്യാൻ പോവുകയാണ്. ആരോ വരുന്നല്ലോ ഗായ്സ്. ഓക്കെ, അതുപോട്ടെ, ആരെങ്കിലും വരട്ടെ. ഏയ് ഗായ്സ്, എൻ്റെ ഒരു ഫോളോവറിനെ കോൾ ചെയ്യാൻ പോവുകയാണ്. എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ നോക്കാം. എൻ്റെ കൂടെ നമ്മളൊരു ബ്രദറുണ്ട്. പറയൂ. നോക്കാം. ബ്രോൻ്റെ പേര് ശ്രീകുട്ടൻ എന്നാണ്. അപ്പം എനിക്ക് വേണ്ടപ്പെട്ടൊരു ബ്രോയാണ്. എൻ്റെ ജിം പാർട്ട്ണറൊക്കെയാണ്. സത്യം. ഓ, അതൊന്ന് ബ്രോ ഒരു സത്യം പറച്ചില്. ഇല്ലെങ്കിൽ അവർ വിശ്വസിക്കൂല. ഓ ഗായ്സ്, അപ്പം നമ്മൾ ആരെ സെലക്ട് ചെയ്യാൻ പോണ് എന്ന് നമുക്ക് നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടം പോലെ നമ്പർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ മൈക്കിൽ ഇത് കേൾക്കാതിരിക്കുമായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പം അതിന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കോൾ ചെയ്യുന്നതായിരിക്കും. അവരെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല, നമുക്ക് റിയാക്ഷൻ നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. വിശ്വ. അപ്പോൾ ഇതിന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് കോൾ ചെയ്യാം. ബ്രോ, എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ? നോക്കാം. ഓ, ആ ചിരി കണ്ടാൽ അഴകിടാ. ഓക്കെ, പോവാം ഗൈസ്. നമ്പർ അയച്ചത് വെറുതെ ആണ്. നിങ്ങൾ ഗേൾസിനെ അല്ലേ വിളിക്കുള്ളൂ. ഫാൻസ് ഞാൻ പെണ്ണുങ്ങളെ മാത്രമേ വിളിക്കുള്ളൂ എന്നാണ് ഒരുത്തൻ്റെ പരാതി. അപ്പം അവനെ തന്നെ ആദ്യം വിളിക്കാം അല്ലേ? എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ, ഞാൻ ഗേൾസിനെ മാത്രമേ വിളിക്കുള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ കുറച്ചു പേരെ വിളിച്ചിട്ട് നല്ല റിയാക്ഷൻ കിട്ടുന്നത് ഇടുന്നതാണ് കേട്ടോ. ലെറ്റ്സ് ഗോ. യോ ലെറ്റ്സ് ഗോ. ഇതൊക്കെ തന്നെ വിഷയം. നമ്പർ അയച്ചിട്ട് കട്ട് ചെയ്ത് വിടും. വിചാരിക്കും വല്ല ലോണുകാരന്മാരെ വിളിക്കണമെന്ന് വിചാരിച്ചു. നോക്കാം. എടുക്കടാ ഡേയ്. ആ മുത്ത എടുക്കടാ. എടുക്കുന്നില്ലല്ലേ? എടുക്കണില്ല. ഹലോ. ആ ഹായ് ബ്രോ. എടാ ഇറങ്ങി വാടാ, വീടിന്റെ ഫ്രണ്ടിൽ. ഹലോ. എടാ മനസ്സിലായില്ലേ? നീയല്ലേ ഇപ്പൊ മെസ്സേജ് അയച്ചിരുന്ന ഇൻസ്റ്റാഗ്രാമില്? അയ്യോ, കട്ട് ചെയ്തോ? ഇനി എക്സൈറ്റ്മെന്റ് കൊണ്ട് കട്ട് ചെയ്തതാണോ? അയ്യോ, വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തതാണോ? ഡൗട്ടാണ് ചെറുക്കൻ്റെ കാര്യം. എനിക്ക് തോന്നുന്നു ചെറുക്കൻ പാനിക്കായല്ലേ. എന്ത് തോന്നുന്നു റിയാക്ഷൻ എന്തായിരിക്കും? നമുക്ക് അടുത്ത കോൾ വിളിക്കാം. ഓക്കെ, ഇത് വേണ്ട. അപ്പൊ അടുത്തത് വിളിക്കാം. അതിടും. മ്യൂട്ട് ചെയ്യാം നമുക്ക്. ഹലോ. നമ്മള് പെണ്ണുങ്ങളെ മാത്രമല്ലടേ, ആണുങ്ങളെയൊക്കെ വിളിക്കൂടെ? പറ, എന്തിനാണ്? അതാ നീ എന്നെ കട്ട് ചെയ്ത് വിട്ടേ? കളിയുടെ തിരക്കിലാണെങ്കിൽ പിന്നെ പൊയ്ക്കോടാ. നീ ഭയങ്കര കളിക്കാരനല്ലേ, എന്തിനാ ഇനിയിപ്പം? ഇനി കളി ഞാൻ മുടക്കണില്ല. സംസാരിക്കണ എന്തോടാ? എന്റെ ഇത് കോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നമ്പരാടാ. പറ. ലെറ്റ്സ് ഗോ. ട്രൂത്തോട്ട് 3 ചോദ്യേ. ട്രൂത്താ? ഓക്കെ ബ്രോ, എത്ര നാളുകൊണ്ട് എന്നെ ഫോളോ ചെയ്യണ്? ഒരു വർഷോ? ഓ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പം ചെറുക്കൻ എൻ്റെ സപ്പോർട്ടർ തന്നെ. നീ ഇംഗ്ലീഷാണ് കേട്ടോ ചെറുക്കൻ. CBSE ആണെന്നോ? ഹലോ, സ്റ്റേറ്റാ? കുറച്ച് ഉറച്ചു പറയാടാ, ഒന്നും കേട്ടൂടാ. പനിയാ? ഓക്കെ ശരി. അടുത്ത എന്നോട് ചോദിര്. എടാ ട്രൂത്തോട് ചോദിരടാ. ട്രൂത്ത്. ബ്രോയുടെ എല്ലാ ഫാൻസിനും ബ്രോ എങ്ങനെ എല്ലാവർക്കും ഗീവ് ഒക്കെ കൊടുക്കാവോ?
ഗീവ് ഒക്കെ കൊടുക്കാലോ, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മുടിഞ്ഞു പോവും. സൂപ്പർ ഫാൻസിനുള്ളി ആ സൂപ്പർ ഫാൻസിന് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കിഡിലൊരു ഗീവ് വരുന്നുണ്ട്. ഗീവ് എന്നായിരിക്കും? അത് അത് ഞാൻ സീക്രട്ട് അല്ലേടാ, കുറച്ച് നൈസായിട്ട് എല്ലാവരും കൊടുക്കും പോലെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടേ ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ, അടുത്ത് ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഞാൻ കുറച്ച് കിടിലോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ ബ്രോ, ഇപ്പം ഈ കാലാവസ്ഥയൊക്കെ ഭയങ്കര ചൂടല്ലേ ബ്രോ? ഓക്കെ, അത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഭയങ്കര ചൂട്? ചൂടന് അത് സൂര്യൻ ഭൂമിയുടെ അടുത്തേക്ക് വന്നിട്ടായിരിക്കും. സൂര്യൻ ഭൂമിയിലെടുത്ത് വന്ന് നിക്കണ് ബ്രോ. ഓക്കെ പോട്ടെ, ഇപ്പൊ ഇവിടെ മരങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം നശിച്ചോണ്ടിരിക്കുകയല്ലേ, ഫുള്ള് ബിൽഡിങ്ങുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയല്ലേ? എല്ലാം കരിഞ്ഞു. എല്ലാ മരങ്ങളും കരിഞ്ഞുപോയല്ല, വെട്ടി തള്ളിക്കൊണ്ടിരിക്കണ എല്ലാണോ കൂടെ ആയിട്ട്. എല്ലാം വെട്ടി തള്ളിയൊക്കെ അല്ലടാ, വയലൊക്കെ അടിച്ച് നിമർത്തിയല്ലേടാ ബിൽഡിംഗ് ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു പാട്ടിറങ്ങുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്താണ് അഭിപ്രായം? എന്തോടാ? അതെ 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 അതെ, എന്നെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരൊക്കെ കുറച്ച് മാറണമെന്ന് വിചാരിച്ചിട്ടാണ് എന്റെ അടുത്ത കണ്ടന്റ്. എങ്ങനെ ഉണ്ടായിരിക്കും? ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്റെ അടുത്ത്. അടുത്തത് 2 ക്വസ്റ്റ്യൻ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നിനക്ക് എന്നോട് ചോദിക്കാൻ പറ്റൂ ഇത് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് 2 ക്വസ്റ്റ്യൻ ചോദിച്ചോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ട്രൂത്ത്. കേട്ടില്ല. എന്തോടാ? ട്രൂത്ത് ഓർ ഡെയറില് ചോദിച്ച ക്വസ്റ്റ്യൻ ഗീവ് അവേ ചെയ്യുമോന്നാ ബ്രോ? ഗീവ് അവേ നിനക്ക് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്നെ സപ്പോർട്ട് ചെയ്യണവര് സപ്പോർട്ട് ചെയ്യാതാവൂലേ ബ്രോ? അപ്പൊ എല്ലാരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരാളെ സെലക്ട് ചെയ്ത് കൊടുക്കണല്ലേ ഏറ്റവും ബെറ്റർ. അതിൽ നിനക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിനക്ക് കിട്ടും. ഓക്കെ ഓക്കെ ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്താ? ഓക്കെ, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? ക്രഷ് ഉണ്ടാ? ടീച്ചറാ? പറ. എന്താ അവള് സെറ്റ് ആവോ നിനക്ക്? നിനക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടാ. നീ അവളെ പിറകെ നടക്കണ നേരം നീ നിന്റെ വ്യക്തിത്വത്തിനെ ഒന്ന് സെറ്റാക്കി നോക്ക്. മീൻസ് ഒന്ന് മെയിൻ ആവാൻ നോക്കി നോക്ക്. ക്ലാസ്സിലൊക്കെ മെയിനായി നിനക്ക് നിൻ്റെതായ ഒരു എല്ലാവരും നിന്നെ പറ്റി ഒന്ന് സംസാരിക്കണ രീതിയിലൊക്കെ ഒന്ന് ആക്കി നോക്ക്. അപ്പം നിന്റെ അടുത്തോട്ട് അവർ അട്രാക്റ്റ് ആയി വരും. മനസ്സിലായാ? നീ ഇപ്പൊ പിറകെ നടക്കുമ്പോ എന്താ വിചാരിക്കുമെന്ന് അറിയാമോ? ഇഷ്ടംപോലെ പയ്യന്മാരോട് പെണ്ണാകുമ്പോൾ പിറകെ നടക്കും. അപ്പൊ അതിലൊരാളായിട്ട് നിന്നെ മാറ്റും. പക്ഷെ നീ അതിൽ സ്പെഷ്യൽ ആവണമെന്നാണ് നിന്റെ ടാലന്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു, ലാസ്റ്റ് ക്വസ്റ്റ്യനെ. ഡെയർ? സിമ്പിൾ ആയിട്ടുള്ളതെല്ലാം താടേ. ഞാനൊരു മാമയാടാ, ലൈൻ സെറ്റ് ചെയ്തേ. ഒന്നും പറയാനില്ല. ലൈൻ എങ്ങനെ സെറ്റ് ആക്കാൻ? നീ ഒരു കാര്യം ചെയ്യും, ഇത് ഞാൻ യൂട്യൂബിൽ ഇടും ഈ വീഡിയോ, അതിന്റെ താഴെ വന്ന് നീ കമന്റ് ചെയ്യും, ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഇവനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി സെറ്റ് ആവും. ഓക്കെ, എനിക്ക് ഇത്ര അല്ലടാ ചെയ്തു തരാൻ പറ്റൂ കുട്ടാ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, ട്രൂത്ത് ഓർ ഡെയർ? ലാസ്റ്റ് ക്വസ്റ്റ്യനെ. ട്രൂത്താ? ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ. നിനക്ക് എന്നിൽ ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? കേട്ടില്ല. ഐ? ഓ, പൊളി. അപ്പൊ നീ എന്റെ സൂപ്പർ ഫോളോവർ തന്നെ. ഓ, താങ്ക് യു സോ മച്ച് ബ്രദർ. ഓക്കെ, അപ്പം വിളിച്ചതിലും സംസാരിക്കാൻ പറ്റിയാലൊക്കെ ഒരുപാട് സന്തോഷമായി. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്. കേട്ടില്ല.
യൂട്യൂബിൽ ഇടുവോ ഇൻസ്റ്റയിലൊക്കെ? എടാ ഞാനിപ്പോൾ ഇത് ലൈഫ് സ്റ്റൈൽ വ്ളോഗിന് വേണ്ടി വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത്, റാപ്പർ വിഷു എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇതിൽ വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വരുന്നത്. ഒരു റാപ്പറിൻ്റെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ഇതിൽ കാണിക്കുന്നത്. അപ്പം മാക്സിമം ആ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ ഓക്കെ, ലവ് യു ബ്രദർ. അപ്പം നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ടിപ്പ് ഒന്ന് നീ പരീക്ഷിച്ച് നോക്ക്. ഓക്കെ ബൈ 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 ബൈ. ഗൈസ്, അവൻ എൻ്റെ ഐ സോങ് ആണ് അവൻ ഇഷ്ടം. ഐ സോങ് അത്രയും ഫെയിം അല്ലാത്തൊരു സോങ് ആണ്. നോർമലി കുറച്ച് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ് ആ സോങ്ങിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുള്ളത്. പക്ഷെ അവൻ അറിയാം. അപ്പം അവൻ എൻ്റെ സപ്പോർട്ടർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ അതെ പിന്നെ ഇതിനെ പറ്റി എങ്ങനെ ഡ്രസ് ഉണ്ടായിരുന്നു എൻ്റെ കോളിങ്? കൊള്ളാം. ഡ്രസ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ബ്രോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടാ. ഇത് വീഡിയോ വന്നോണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഭയങ്കര ക്യൂട്ട്നെസ് വാരി എറിയണുണ്ട് കേട്ടാ. ക്യൂട്ട്നെസ് വാരി എറിയണുണ്ട്. അല്ലെങ്കിൽ പക്ഷെ ഇപ്പൊ പൂക്കിയായടാ, ടെററാണ്. പക്ഷെ ഇപ്പൊ എന്തോ വീഡിയോയിൽ വന്നോണ്ടായിരിക്കും പൂക്കിയായി. ഞാൻ പൂക്കി തന്നെ. ഓ അപ്പം ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പം ലവ് യു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത എപ്പിസോഡ് ലൈക്ക് എൻ്റെ ഷൂട്ടിംഗ് എപ്പിസോഡായിരിക്കും. അപ്പം ബൈ, ഗുഡ് നൈറ്റ്. വിശ്വ ഗുഡ് നൈറ്റ്.